ആർച്ചർ എന്ന് പറയുന്ന 8th സെഞ്ച്വറി ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. ഈ പട്ടക്കാരൻ നീണ്ട സമയം പ്രസംഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. He used to speak for a long time. So he was scared about one thing, that even I am scared today. So he told his sexton, അവിടുത്തെ ശുശ്രൂഷക്കാരനോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പള്ളികളുടെ വാതിലെല്ലാം അടച്ചോണം, ആരും ഓടിച്ചാടാൻ അനുവദിക്കില്ല. ഉറങ്ങുവാണെങ്കിൽ അവരുടെ മേലിൽ വെള്ളം ഒഴിച്ചോണം, ഉണർത്തിക്കണം. ഞാൻ പറയുന്നത് അവർ കേട്ടിരിക്കും. ഞാന് തോമസ് പ്രിയനോട് ഇങ്ങനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പേരിപ്പോ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചപ്പോൾ നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നമ്മളൊക്കെ എത്ര കാലം കൊണ്ട് അറിയുന്നവരാണ്. We know each other so well. Yet, for the first time when I was speaking in the church, you were sleeping. How could you? He said, you know friend, ഞാൻ എന്നും രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ ഉറക്കം വരത്തില്ല. പള്ളി വരുമ്പോൾ നല്ല ഉറക്കം. എപ്പോഴും ഓർത്തോണം, സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ പള്ളിയിലേക്ക് വന്ന് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ അവർക്ക് സമാധാനം ലഭിച്ചു എന്ന് കരുതണം. Remember that you are getting peace and they are getting peace even if they don't listen to you. ആ ഒരു ആശ്വാസം ഇന്ന് ആരെങ്കിലും ഓർക്കുന്ന കണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയുന്നതായിരിക്കും, നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു. Let me go on. Today's Evangelium, ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയനായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ പരിചിതമായ ഒരു ഭാഗം തന്നെയാണ്. I would like somebody to use that mic and read it in English because it's World Sunday School Day, and I want the children to listen to it very loudly, clearly, stop one after the other. John chapter 6 verses 1 to 14. After this, Jesus went across Lake Galilee. A large crowd followed him because they had seen his miracles of healing and those who were filled. Jesus went up the hill and sat down with his disciples. The time for the Passover festival was near. Jesus looked around and saw that a large crowd was coming to him. So he asked Philip, where can we buy enough food to feed all these people? Philip answered, for everyone to have even little, it would take more than 200 silver coins to buy enough bread. Another of his disciples, Andrew, who was Simon Peter's brother, said, there is a boy here who has 5 loaves of barley bread and 2 fish. But they will certainly not be enough for all these people. Make the people sit down, Jesus told them. So all the people sat down. There were around 5,000 men. Jesus took the bread, gave thanks to God, and distributed it to the people who were sitting there. He did the same with the fish, and they all had as much as they wanted. When they were all full, he said to his disciples, gather the pieces left over, let us not waste any. So they gathered them all up and filled 12 baskets with the pieces left over from the 5 barley loaves which the people had eaten. Seeing this miracle that Jesus had performed, the people there said, surely this is the prophet who was to come into this world. Jesus knew that they were about to come and seize him in order to make him king by force. So he went off again to the hills by himself. ശിഷ്യന്മാരിൽ ഒരുവനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 ജലത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്രയും പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാച്യമായി സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയി കർത്താവെ ഇന്ന് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്, കർത്താവെ ഞങ്ങളുടെ സമർപ്പണത്തെ ഒക്കെ നീ മാനിക്കണം. കർത്താവെ ഞങ്ങളുടെ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല ഭാവിയുള്ളവരായി, നല്ല കർത്താവെ ആളുകളായി അവർ മാറുവാൻ കർത്താവെ നീ ഇടയാക്കണം. എല്ലാം യേശുവിനാമത്തിൽ യാചിക്കുന്നു. ദൈവം നീ കേൾക്കുമാറാകട്ടെ. ചില ട്രഡീഷണൽ ആയ ചില സ്റ്റോറീസ് നമുക്ക് കാണാപ്പാടം.
മുടിയനായ പുത്രൻ, അതുപോലെ തന്നെ ഗുഡ് സമാരിറ്റൻ, അതിൽ അതുപോലെ തന്നെ പരിചയമുള്ള ഒരു ഭാഗമാണ് ജീസസ് ഫീഡിംഗ് ദ 5000, 5000 പേരെ പോഷിപ്പിക്കുന്ന ഈ കഥ വളരെ കൂടുതൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് പ്രശ്നം കൂടെയുണ്ട്. കാരണം ഇതിനകത്ത് ഇനി എന്തുവാണ് കേൾക്കാനുള്ളത്? വാട്ട് ഇസ് മോർ ടു ലിസൺ ഇൻ ദിസ്? ഐ നോ എവറിഥിങ്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ വേണം നമുക്ക് തന്നെ ഇതിനകത്തൊന്ന് പ്രസംഗിക്കാം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് മിറക്കിൾ? ഈ മിറക്കിൾ, ഈ അടയാളമാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതമായി എന്ന് പറഞ്ഞിട്ടില്ല, അത് അടയാളമായി തന്നെയാണ് അതിനെ വിവരിക്കുന്നത്. ഈ ഒരു അടയാളം അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതം എല്ലാ 4 സുവിശേഷങ്ങളിൽ ഉള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സോ ഇൻ ദാറ്റ് സെൻസ് ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ മിറക്കിൾ. If you see New Revised Standard Version, the word miracle is not used, the word sign is used. Why is the word sign used? അടയാളം എന്ന വാക്ക് എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് കർത്താവിന്റെ ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ മിറക്കിൾസ് അത് ഒതുങ്ങുന്നതല്ല, അത് ഒരു ചൂണ്ടുപലക മാത്രം തന്നെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ സിഗ്നിഫയർ, ഇറ്റ് ഈസ് ജസ്റ്റ് എ മൈൽസ്റ്റോൺ. These many kilometers more you need to go. I'll give you an example. For example, if I am supposed to come from my house to Pimpri, and if I come to Dapodi and I see Pimpri, there is 10 kilometers more, what should I do? എന്തുവാണ് ചെയ്യേണ്ടത്? പിംപ്രി വന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ, ദാപ്പോടി വന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഇനി പിംപ്രിയിലോട്ട് വരാനാണെങ്കിൽ ഞാൻ എന്തുവാണ് അവിടെ ചെയ്യേണ്ടത്? മുന്നോട്ട് ഓടണം, അല്ലെങ്കിൽ മുന്നോട്ട് വണ്ടി ഓടിച്ചോണ്ട് പോകണം. എന്നാൽ ചിലവർ ചെയ്യുന്നത് ആ ചൂണ്ടുപലക, that milestone itself is Pimpri is what they think. That itself is Pimpri and there they sit and think that is Pimpri. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അത്ഭുതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടത്തിലാണ് ഇന്ന് നമ്മൾ വസിക്കുന്നത്. കർത്താവ് അത്ഭുതം ചെയ്താൽ മാത്രമേ ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കൂട്ടം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഏതെടുത്ത് പോയാലും പാസ്റ്റർമാരെ ഉണ്ട്, അവിടെ പോയാൽ അവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം നടക്കും, അവിടെയാണ് യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത്. But that is not the gospel. The gospel says miracle is just a pointer. അത് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് നമ്മളെ ആനയിക്കാൻ വേണ്ടി മാത്രം ഒരു ചൂണ്ടുപലക മാത്രമാണ്. We need to be very very careful about it. അങ്ങനെ മാത്രമാണ് ഈ ഒരു അടയാളത്തെ അല്ലെങ്കിൽ ഈ ഒരു മിറക്കിളെ നമ്മൾ കാണേണ്ടത്. As my friends today, we all know what this miracle is all about. Let me tell you a small background of this miracle. ഈ അടയാളത്തിന്റെ ഒരു പശ്ചാത്തലമാണ്. ഇത് പാസ് ഓവർ ഫെസ്റ്റിവലിന്റെ സമയത്താണ്, പെസഹ പെരുന്നാളിന്റെ ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ട്. അപ്പോൾ ഫെസ്റ്റിവിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉല്ലസിക്കുന്ന ക്രിസ്മസിന്റെ സമയത്തൊക്കെ ആഘോഷത്തിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ സമയത്തുള്ളത്. എന്നാൽ മറ്റേ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇതേ സമയത്താണ് യോഹന്നാന് മരിക്കുന്നത്. John the Baptist is killed by Herod in this very time. അപ്പോൾ ഇത് ഒരു മോർണിംഗിന്റെ സമയമാണ്, ഒരു വിലാപത്തിന്റെ ഒരു സമയമാണ്. ഇതിന്റെ ഇടയിലാണ് ഈ പ്രവർത്തനം കർത്താവ് ചെയ്യുന്നത്. കർത്താവിന്റെ അടയാളം കണ്ടിട്ട് ആൾക്കാർ കർത്താവിന്റെ അടുത്ത് വരുന്നു. കർത്താവ് മലമുകളിൽ കയറി അവരോട് ഉപദേശിക്കുന്നു. ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടിട്ട്, ഇത്രയും ജനങ്ങളൊക്കെ കണ്ടിട്ട് കർത്താവിന് അവരോട് അനുകമ്പ തോന്നുന്നു. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഒരു ടെസ്റ്റ് ആണ് അവിടെ. വാട്ട് ഷുഡ് വി ഡു ടു ഗിവ് സംതിങ് ടു ദം? അവർക്ക് കൊടുക്കാൻ എന്തുവാണ് നമുക്കുള്ളത്? അപ്പോഴാണ് ഫിലിപ്പോസ് പറയുന്നത് വളരെ ഒരു മെക്കാനിക്കൽ ഒരു ആൻസർ ആണ്. അവർക്ക് അല്പമായി നമുക്ക് കൊടുക്കാനാണെങ്കിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അനുസരിച്ച് 8 months സാലറി നമുക്ക് വേണം. 8 months സാലറി ആണെങ്കിലും ഈ 5000 പേർക്ക് അല്പം അവർക്ക് തികയാത്ത രീതിയിലാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. This is Philippus. This is Philip. What is Philip? ഈ ഫിലിപ്പോസ് നമ്മുടെ ഒക്കെ ഒരു സൈനാണ്. Who we are. Today we think about human relationships only in terms of money. When somebody is in need, we are only measuring things in money.
പൈസയിൽ മാത്രം അളക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഒരു മണിക്കൂർ നമുക്ക് ചെലവാക്കാനാണെങ്കിൽ ചിലർ പറയും എനിക്ക് ഈ സമയത്ത് ഞാൻ ഇത്രയും വാങ്ങിക്കാൻ ഇത് ഇവിടെ അങ്ങനെ ഇല്ലെങ്കിലും I have heard many of them speak. So today we live in a time where everything is measured only in monetary terms, only in terms of resources. രണ്ടാമത്തെ ആളാണ് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് അന്ത്രയോസ് അല്ലെങ്കിൽ ആൻഡ്രൂ. ആൻഡ്രൂ is much better than Philip. He knew what the Lord wants. So at that time he went and searched for somebody, and കർത്താവ് ചോദിച്ചപ്പോൾ അവന് തക്കമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ അടുത്ത് 5 യവത്ത അപ്പവും 2 മീനുമുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അത് എന്താണ്? How insignificant it is for these 5,000 people. Second person is Andrew, also something that reflects people among us. നമുക്ക് വിശ്വാസമുണ്ട്, കർത്താവിന്റെ കൂടെ നമുക്ക് നടക്കാൻ നമ്മൾ തയ്യാറാണ്, എന്നാൽ നമ്മുടെ ആൻസർ വട്ടപൂജ്യമാണ്. We feel everything is zero. There is no hope. There is helplessness. അപ്പോൾ ഒരു ഹ്യൂമൻ ക്വസ്റ്റ് ഇവിടെ നടന്നത് ഫിലിപ്പ് ആൻഡ് ആൻഡ്രൂ. ഫിലിപ്പോസും അന്ത്രയോസും നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നു. They had an answer. എന്നാൽ അവരുടെ നിഗമനം അല്ലെങ്കിൽ അവരെത്തിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. There is nothing that is possible. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ കുഴപ്പം. ഏത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും നമ്മൾ പറയും ഇത് it is not possible. Let us forget it. Let us not do anything beyond this. Let us not do anything. There is no use. അപ്പോൾ വളരെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in a time where we have no hope. We live in a time where we feel everything is destroyed. There is no reason to strive hard. In such a context, we need to see the third character that I'm going to introduce to you. മൂന്നാമത്തെ കഥാപാത്രമാണ് ഈ ബാലൻ. ഈ ബാലനാണ് ഇന്നത്തെ ഏറ്റവും വലിയ കഥാപാത്രം. വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയിരിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ചെറിയൊരു പശ്ചാത്തലം ഇതിനകത്തുനിന്ന് പഠിക്കാം. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഒരു ജോഗ്രഫി നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഏത് സമയത്തും മഴ പെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടെല്ലാം മാറാനുള്ള ഒരു സാഹചര്യമാണ്. The climate changes all of a sudden. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും സത്രങ്ങളുണ്ട്. There is in everywhere. If there is any problem, you can go and rest in these places. എന്നാൽ ചെറിയ ഒരു യാത്രയിൽ പോലും അവർ പോകാനാണെങ്കിൽ അവരുടെ കയ്യില് കൊഹിനോസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. കൊഹിനോസ് എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഷയിൽ അത് ഡബ്ബയാണ്. എന്തുവാണ് ഡബ്ബ? What we take for recesses, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ജോലിയൊക്കെ ഉപയോഗിക്കുന്ന ഡബ്ബ. ഇതാണ് എബ്രായ പദത്തിൽ ഇതിന്റെ കൊഹിനോസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ കൊഹിനോസ് ആണ് അവർ ഏത് സ്ഥലത്തിൽ പോയാലും they will use it. They will use this dabba if they are going for a small travel, even if they have to go to Dapur. Is that clear? Is that clear? അപ്പോൾ എല്ലാവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് കാണും. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെല്ലാവരും 5000 പേര് കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത്. അപ്പോൾ ഐ എം ജസ്റ്റ് അസ്യൂമിങ് നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാം അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യാം. എന്നാൽ ഹവാർഡ് ക്ലാർക്ക് ലീ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഈ കാര്യമാണ് പറയുന്നത്. എല്ലാവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രെഡോ എന്തെങ്കിലും ഉണ്ട്, ആ കൊയിനോസ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ആൻഡ്രൂ ചെന്ന് ചോദിച്ചു, എല്ലാവരും മുന്നേ ചെന്ന് ചോദിച്ചു, does anyone have any food item out here? അപ്പോൾ ചിലരുടെ അടുത്തെങ്കിലും കാണുമെന്നാണ് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അവർ ഓർത്ത് കാണും, ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാല് what is there for my family, what is there for me? അപ്പോൾ അവരെന്തോ ചെയ്തു? മിണ്ടിയില്ല. നമ്മളെപ്പോഴും നമ്മൾ ഏറ്റവും മിണ്ടിത്തെടുക്കുന്ന പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഏറ്റവും കൂടുതൽ സൈലൻസ് ആണ് നമ്മൾ പാലിക്കുന്നത്. അവര് മിണ്ടിയില്ല. അവരുടെ കയ്യിലുള്ള അപ്പം അവര് പൊതിഞ്ഞു വെച്ചു. പിന്നെയും ചോദിച്ചു, ആരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഈ ബാലൻ പറയുന്നത്, എന്റെ അടുത്തുണ്ട്,
അപ്പോൾ അവന്റെ ഈ കയ്യിലുള്ള കൊഹീനോസ്, അവൻ പൊതിഞ്ഞിരിക്കുന്ന കൊഹീനോസ് മേളിലോട്ട് കൊണ്ടുപോയി അന്ത്രയോസിന്റെ കയ്യിൽ അത് കൊടുക്കുന്നു. He is taking this kohinos and submitting in the hands of Andrew. That at that point of time, see, I'm not saying that everyone was selfish out there. There were some people who thought how shameful it is if I gave only 5 bread. Why should I give that 5 bread? എന്നിട്ട് ഇത്ര ഉള്ളല്ലോ, നാണക്കേടില്ലേ, ഇങ്ങനെ കൊടുക്കുന്നത്. എന്നാൽ ഈ ബാലനൊന്നും അത് ചിന്തിച്ചില്ല. അവൻ ചിന്തിച്ചത് അവരെന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്, ഞാനിപ്പോൾ കൊടുക്കാൻ തയ്യാറ്. അങ്ങനെ നിഷ്കളങ്കമായ ജീവിതം മനസ്സും നമുക്ക് ഉണ്ടെങ്കിലേ നമുക്കും ചില അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് അത്ഭുതങ്ങൾ പോന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളൊക്കെ വളരെ കൂടുതൽ അങ്ങനെ സൂക്ഷിച്ചിരിക്കും. Our heart has become stone. We do not have an open heart. There are 2 problems in this. 1, we are selfish. 2, we think we are insignificant. നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. ഈ 2 പ്രശ്നമാണ്. 1, നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. 2, we think we are insignificant. ഈ 2 പ്രശ്നവും ഏറ്റവും പ്രശ്നമുള്ള. That's why there is no miracles. ഇത് 2നെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ ബാലൻ ഒരിക്കലും ഓർത്തില്ല അവന്റെ 5 അപ്പവും 2 മീനും നിസ്സാരമാണ്. ഈ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ടാണ് കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ടാണ് വാഴ്ത്തി അനുഗ്രഹിച്ചു 5000 പേർക്ക് പോഷിച്ചു എന്ന് പറയുന്ന. He fed all the 5,000. Everyone who came there was satisfied. There was a miracle that happened. There are some who say അവിടെ കംപ്ലീറ്റ്ലി 5000 പേർ കൊടുത്ത് കാണത്തില്ല. ഈ ആളുടെ ഈ ബാലന്റെ ഈ കൊഹിനോസ് കണ്ട് മറ്റവരും അവിടെ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. എന്നാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിക്കുന്ന കാട്ടിലും വലിയ ഒരു മിറക്കിളാണ് to transform 5,000 selfish hearts. The transformation of 5,000 selfish hearts and to make them dedicated people was the real miracle that Jesus that day did. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ല ഈ ലോകം. This world is not supposed to be a world only for us. We are supposed to live in relationship. We are supposed to live with sharing. We are supposed to be fruitful. I am going to close my words, but let me remind you once again. Dedication എന്ന് പറയുന്നത് മറ്റവർക്ക് വേണ്ടി അവൈലബിൾ ആകുന്നതാണ്. Giving yourself no matter how insignificant you are. But the first trouble is, 1, we are not ready because we are selfish. 2, the problem is we think I am not good enough. Do not decide that you are not good enough. ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പകുതി പേര് ഒന്നും ചെയ്യാതെ പോകുന്നത്. അത് നിശ്ചയിക്കേണ്ടത് നാമല്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് നമ്മളെ നന്നായിട്ട് ഉപയോഗിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസം ഇല്ലാത്തതിന്റെയാണ് നമ്മൾ ഒന്നും ചെയ്യാതെ പോകുന്നത്. This part is very, very important. If I have to dedicate myself, if I don't know to sing, but if I can do something, God will use. ഇന്നലെ ഡെഡിക്കേഷൻ സെഷൻ ഇവിടെ നടന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിംഗസിന് വേണ്ടി അനേകർ അതിനു വേണ്ടി എഴുന്നേറ്റും കാണും, നല്ല കാര്യം. എന്നാൽ ഞാൻ പല പ്രാവശ്യം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പല ക്യാമ്പിൽ പോയി ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ്. എന്നാൽ ഒരു ദിവസം മാത്രമേ ആ ഡെഡിക്കേഷൻ ഒക്കെ നിലനിൽക്കത്തുള്ളൂ. പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് വലിയ സമയമൊന്നും എടുക്കത്തില്ല തിരിച്ചു വരും. That is because we are not sincere in our dedication. Our dedication is just one thing. I am available, Lord, use me. ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാണ് കർത്താവേ, എന്നെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥന മാത്രം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു മിറക്കലിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം നിസ്സാരമായി കരുതുന്നതല്ല, മറ്റേ ആൾക്കാരെയും നിസ്സാരമായി കരുതുന്നതാണ് വേറൊരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് എൻകറേജ് ചെയ്യേണ്ട പകരം നമ്മൾ അവരെ ഇരുത്തുവാണ്, ഡിസ്കറേജ് ചെയ്യുവാണ്. പ്രകാശ് ടണ്ടൻ എന്ന് പറയുന്ന നവജീവനിൽ
ഒരു പയ്യൻ. ഞാൻ സെമിനാരിൽ പോകുന്ന മുന്നേ എൻ്റെ പ്രാക്ടിക്കൽ വർക്കിന് നവജീവൻ സെന്ററിലാണ്. അവിടെ ഞങ്ങളുടെ പ്രത്യേകമായ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ വർഷം 16 പിള്ളേർ 16 of them were writing their 10th standard exams. അപ്പോൾ അവർ ട്രെയിൻ ചെയ്യുക, അവർക്ക് സിലബസ് ആയിട്ട് പഠിപ്പിക്കുക. ഓപ്പൺ സ്കൂളായിരുന്നു, നാഷണൽ ഓപ്പൺ സ്കൂളിലായിരുന്നു അവർ ആ വർഷം കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു. വി ഹാഡ് ടു ഡു ദ ബെസ്റ്റ് ദാറ്റ് വി കുഡ്. എന്നാൽ പ്രകാശ് ടണ്ടൻ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. എത്രയൊക്കെയോ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടും he does not grasp it, but he wants to know it. ഞാൻ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ പറയാതെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത സമയത്ത് അവനും ദേഷ്യം വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് എന്നെ കൊണ്ടുപോയി. സൈക്കോളജിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോയി അവന്റെ IQ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഇവന്റെ IQ വളരെ ലോ ആണ് ബ്രദറെ, മെനക്കെടണ്ട, ഇവന് ഫെയിൽ ആകും 10ാം ക്ലാസ്സിൽ. ഡു നോട്ട് ട്രൈ, ഹി ഈസ് in a way he is useless. Do not waste your time on him. ഞാനും ഒരു നിമിഷം അത് I bought that. Maybe yeah, why should I waste so much time? But let me tell you, he was the most honest student that I had at that point. ഏറ്റവും കൂടുതൽ വിശ്വസ്തയുള്ളത്. ഞാൻ 4 മണിക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെങ്കിൽ മറ്റേ പിള്ളേരെയൊക്കെ കുത്തിപൊക്കാനായിരുന്നു എനിക്ക് ഒരു 5 മണി 6 മണിയൊക്കെ സമയം പോകുമായിരുന്നു. But he was ready by 3:45. ഞാൻ 7:30 ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ 7:20 പ്രകാശ് അവിടെ ഉണ്ട്. ആവർത്തിച്ച് എന്റെ റൂമിൽ വന്ന് ഞാൻ ഇന്ന് ബിസിനസ് സ്റ്റഡീസിൽ എന്തോ പഠിപ്പിച്ചത്, ഇക്കണോമിക്സിൽ എന്തോ പഠിപ്പിച്ചത്, ഹിസ്റ്ററിയിൽ എന്തോ പഠിപ്പിച്ചത് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, मेरी माँ अच्छी तरीके से नहीं जी रही आज. You know what is the background of नवजीवन सिंह. मेरी माँ अच्छी तरीके से नहीं जी रही है. मैं ये 10वीं पास हुआ तो मुझे एक अच्छा भविष्य होगा. मुझे मेरी माँ को और मेरे सभी को बचाने का एक मौका है. ब्रदर, प्रार्थना करना कि मैं सबसे अच्छा करूं और सब में पास हो जाए. എന്നാലും ഞാൻ ആ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ I thought it was impossible, but I never let him know. I told him, okay, you can do it. എന്നാലും മനസ്സിൽ ഒരു നെഗറ്റിവിസം ഉണ്ടായിരുന്നു. I was pessimistic. എന്നാൽ ജൂലൈ ആയപ്പോൾ ഇവിടെ റിസൾട്ട് വന്നാൽ ലൈക്ക് എ മൂവി, ഒരു എക്സാജറേഷൻ ഇല്ല. നാഷണൽ ഓപ്പൺ സ്കൂൾ you are allowed to fail at least in 2 subjects. എന്നാൽ അവിടെ 2 പിള്ളേരുണ്ടായിരുന്നു, എല്ലാ സബ്ജക്റ്റിലും പാസ്സായി. ഒരെണ്ണം ശങ്കർ ലാമയായിരുന്നു, he was a genius, he is still a genius. രണ്ടാമത്തത് ഈ പ്രകാശ് ടണ്ടൻ. അവൻ നിസ്സാരമാണെന്ന് അവൻ തന്നെ ഒരിക്കലും അവനോട് പറഞ്ഞില്ല. He said he can do it. The psychologist told him it is not possible, forget it. Maybe in some ways I also told him forget it, but he never told himself forget it. He was dedicated towards a goal, and he said, I want to live for the Lord, I want to do the best and have a great future. ये गंदगी के बाहर मुझे आना है. ब्रदर, मुझे प्रार्थना आप करें. ഇന്ന് നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ അനേകരെ അങ്ങ് താഴ്ത്തുവാണ്. അവർ കൊള്ളത്തില്ല, അവരെ കണ്ടാൽ വണ്ണമാണ്, അവർക്ക് സൗന്ദര്യം കുറവാണ്, വലിയ ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവരുടെ അകത്തുള്ള എന്തുവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അന്ധരായിരിക്കുന്ന നമ്മൾ. കർത്താവ് ഈ സമയത്ത്, യേശു ആ സമയത്ത് ആ 5 അപ്പം കണ്ടത്, 5 അപ്പത്തിൽ ഇമ്പോസിബിലിറ്റി കണ്ട ആൻഡ്രൂസ്, ജീസസ് അവിടെ ഒരു പോസിബിലിറ്റി കണ്ടു. Where many people saw impossibility, Jesus saw a possibility. My dear friends who are part of the Sunday school, if you don't listen to anything else that I've said right now, let me tell you, listen to this. Surrender yourself to God and let Him use you. Do not tell yourself you are not good. Tell, I am God's child. Let Lord use you. Dedicate yourself not as something that is your agenda. Dedicate yourself for the will of the Lord. He will do miracles with you. He will do miracles with you. Bible never talks about success. Bible ഒരിക്കലും success എന്ന് പറയുന്നില്ല. അവിടെ fruitfulness ആണ് പറയുന്നത്. You have to be fruitful. You have to be a good human being.
You have to make a difference. May Lord use us all. Let us pray.